ഉണ്ടോ? ആ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചേംബർ സർക്കിൾ ഇൻസ്പെക്ടർ സൈമൺ. ഹലോ, ഇരിക്കും. താങ്ക് യു. ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ ബി സെക്ഷനിലെ കടപ്പുറത്ത് ഡെഡ് ബോഡി അടിഞ്ഞു കയറി. അത് ഈ ഫാക്ടറിയുടെ ജനറൽ മാനേജർ വേണുഗോപാലിൻ്റെതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേണു? ആർ യു ഷുവർ? യെസ്, ഷുവർ. അതൊരു കൊലപാതകമാണ്. മൃതദേഹം തീരെ തടിയരുന്ന ഉദ്ദേശത്തിൽ പുറങ്കലിൽ തള്ളിയതാണ്. 3-4 ദിവസത്തെ പഴക്കമെങ്കിലും കാണും അതിന്. ബോഡി ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറിയിലുണ്ട്. അദ്ദേഹത്തിന് ആരുണ്ട് വേണ്ടപ്പെട്ടവർ ഏറ്റുവാങ്ങാൻ? വേണുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അവര് കണ്ണു കാണാൻ മേലാത്ത അവശയായ ഒരു വൃദ്ധയാണ്. ബോഡി ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഓക്കെ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എനിക്കായതുകൊണ്ട് മിസ്റ്റർ സുരേഷിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. അതായത് വേണുവിന്റെ വ്യക്തി ജീവിതത്തിലോ ബിസിനസ്സിലോ ഏതെങ്കിലും ശത്രുക്കളുള്ളതായോ? നോ, വേണുവിന് ഒരിടത്തും ഒരു ശത്രു പോലും ഇല്ല. എനിക്ക് ഉറപ്പാണത്. 10-28 വർഷം മുമ്പ് ഒരു അഗതിയായി എന്റെ വീട്ടിൽ കടന്നു വന്നതാണ് വേണു. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്നിട്ട് അച്ഛന് ഒരു പ്രത്യേക വാത്സല്യം തോന്നിയതുകൊണ്ട് അച്ഛനാണ് വേണുവിനെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ ഫാക്ടറിയിൽ ജോലിക്കിരുത്തിയതും ഒക്കെ. എനിക്കാണെങ്കിൽ എന്റെ സ്വന്തം സഹോദരനെ പോലാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ഫാക്ടറിയിൽ MD ആയപ്പോ വേണുവിനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റുകയില്ല. ഈ ഫാക്ടറിയിലെ ഒറ്റ ജീവനക്കാരനും ഇതുവരെ വേണുവിനെതിരെ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ട് പോലുമില്ല. പണ്ട് മുതലേ മാസത്തിലൊരിക്കൽ അവൻ അമ്മയെ കാണാൻ പോകും. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുള്ള അവൻ ആ സമയത്ത് ഫാക്ടറി വക കാർ പോലും എടുക്കാറില്ല, ബസ്സിലാ പോവുക. അത്രയ്ക്ക് ക്ലീൻ ആയിരുന്നു വേണു. ആ വേണുവിനെ ആരെങ്കിലും കൊല ചെയ്യാന്ന് പറഞ്ഞാൽ, സർ ആർ യു ഡെഡ് ഷുവർ വേണു തന്നെയാണെന്ന്? യെസ്, ഡെഡ് ഷുവർ. എങ്കിൽ ഞാൻ ഉടനെ വരിക. ബോഡി ഏറ്റുവാങ്ങണം, അവന്റെ അമ്മയെ കാണണം. ശരി, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി മിസ്റ്റർ സുരേഷിന്റെ എല്ലാ സഹായവും എനിക്ക് വേണം. ഷുവർ. താങ്ക് യു. ബൈ. ബൈ. രഞ്ജിയെ വരാൻ പറ. സർ, വേണുവിനെ ആരോ കൊലപ്പെടുത്തി. ബോഡി കരക്കടിഞ്ഞു. അത് ഏറ്റുവാങ്ങാനായി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ജനറൽ മാനേജറുടെ മരണം ഫാക്ടറിയിൽ അനൗൺസ് ചെയ്തേക്കൂ. എന്നിട്ട് 2 ദിവസത്തെ അവധിയും പ്രഖ്യാപിക്കൂ. സർ, ആ കുട്ടി ഞാൻ കണ്ടു. ഈ ടൗണിലുണ്ട്, ഇവിടുത്തെ എൻ്റെ ആളുമായിട്ട്. അവൻ എന്നെ തിരിച്ചറിഞ്ഞു, ഒരുപക്ഷെ സാറിനെയും. എന്തായി സർ? ആ അപകടം എത്രയും വേഗം ഇല്ലാതാക്കുന്നതാണ് നല്ലത്. വേണുഗോപാലിന്റെ മൃതശരീരം കരയ്ക്കടിഞ്ഞത് തന്നെ ഒരു ദുസ്സൂചനയാണ്. കുട്ടിയെ ഏതെങ്കിലും വഴിയിലൂടെ തട്ടിയെടുക്കുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക. കഴിയുന്നില്ല എങ്കിൽ എന്നതാണേ വീട്ടിൽ പോകാറായില്ലേ? നീ വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, വേണുഗോപാലിനെ ആരോ തട്ടി. പെണ്ണ് പ്രശ്നമായിരിക്കണം. ഏത് വേണുഗോപാലൻ? നീ അറിയും, നീയുമായിട്ട് പണ്ട് ടെന്നീസ് കളിച്ച് നടന്നിട്ടുള്ള പാർട്ടിയാ. ഇപ്പോഴാ ഗ്ലാസ് ഫാക്ടറിയുടെ ജനറൽ മാനേജർ ആയിരുന്നു. ഇതേതാ കൊച്ച്?
ഒരു സമ്മാനം. സമ്മാനമോ? ആരാടാ ഈ കുട്ടി? ആ, വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നതാ. ആരാന്നറിയില്ല. നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അതിന് നീ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഒരു രസം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഏടാ അവിടെ ഒന്ന് വലിച്ച് തലയിൽ വെക്കരുത്, പറഞ്ഞേക്കാം. കിട്ടു. 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 കിട്ടു മോനെ, നിനക്ക് ചെവി കേൾക്കില്ലടാ പൊന്നുമോനെ. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എനിക്ക് ഈ കുട്ടിയെ വഴി കിടന്ന് കിട്ടിയതാ. അവന് വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക ഞാൻ. എന്നിട്ട് വല്ലവരെയും കണ്ടെത്തിയോ? ഇല്ല. പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വഴിയിൽ ഉപേക്ഷിച്ചതാവാനാവും സാധ്യത. ആ കുട്ടിക്ക് ജന്മനാ ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ അവന് വർത്തമാനം പറയാനും പറ്റില്ല. മൂകനും ബദരനുമാണ് അവൻ. ഡഫ് ആൻഡ് ഡം. ജന്മനാ ഉള്ളതായതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. അങ്ങനെയുള്ള കുട്ടിയെ മെനക്കെട്ട് പോറ്റണ്ടെന്ന് രക്ഷിതാക്കൾ വിചാരിച്ചിരിക്കും. അവനെ രക്ഷിക്കാൻ ഒരു മാർഗമില്ല ഡോക്ടർ. എന്തു മാർഗം? മദ്രാസിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ കൊണ്ട് ചേർത്താൽ കുറെ വർഷങ്ങൾ കൊണ്ട് അവൻ സംസാരിക്കാനാവും. അവര് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കും. നമ്മൾ അവനോട് സംസാരിക്കുന്നത് അവന് കേൾക്കില്ല. പക്ഷേ നമ്മുടെ ചുണ്ടിന്റെ ചലനം നോക്കി നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവന് മറുപടി പറയാൻ പറ്റും. അതിന് ഒരുപാട് വർഷങ്ങൾ പിടിക്കും. ഒരുപാട് പണച്ചെലവും ആവും. കൊണ്ടുപോയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇവൻ വളർന്നു വരുമ്പോൾ സാധാരണ പൊട്ടന്മാരെ പോലെ കൈയൊക്കെ പൊക്കി ആംഗ്യ ഭാഷയിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചുണ്ടിന്റെ ചലനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെന്റ്. ആരാ മോനെ അത്? എന്നാത്തിനാ നീ കരഞ്ഞേ? നിന്നെ വേണ്ടാത്തവിടെ കളിപ്പാട്ടം നിനക്കും വേണ്ട മോനെ. ഞാൻ വാങ്ങിത്തരാം. ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി. വാ. അനങ്ങാതിരുന്നു. എനിക്ക് കുറെ ടോയ്സ് വേണം. എന്ത് വേണം സാർ? അങ്ങനെ പ്രത്യേകിച്ച് തരംതിരൊന്നുമില്ല. ഒരു കുട്ടി കളിക്കാൻ എന്തൊക്കെ വേണോ അതല്ല.
മടിക്കണ്ട. ഇനിയും വേണോ? നിങ്ങളുടെ കുട്ടിയാ? അതെ. ആ, നിങ്ങളുടെ കുട്ടിയല്ലേ? എന്താന്നറിയില്ല, എന്റെ അടുത്ത് വന്ന ഏതോ മുജ്ജന്മ പരിചയം പോലെ കയ്യെ പിടിക്കുന്നോ സാരിയെ പിടിക്കുന്നോ വല്ലാത്ത സ്നേഹപ്രകടനം. ചോദിച്ചാലൊന്നും പറയില്ല, പക്ഷെ ചോക്ലേറ്റ്സ് എത്ര കൊടുത്താലും വാങ്ങിച്ചോളും. എന്താ പേര്? പേരെന്തുവാ? കിട്ടും. ഹായ്, ബ്യൂട്ടിഫുൾ നെയിം. പപ്പരുത്തേക്കോ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും, അതായി പരിചയം. ഏതായാലും കിട്ടുമെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കിട്ടു, പപ്പയും മമ്മിയും കുട്ടി ഒരിക്കൽ വീട്ടിൽ വരണം. ഇതാ, ഇതെന്റെ അച്ഛന്റെ വിസിറ്റിംഗ് കാർഡ്. എന്റെ പേര് നീത. ഫോൺ നമ്പർ ഇതിലുണ്ട്. വൈഫിനെയും കൂട്ടി തീർച്ചയായും വീട്ടിൽ വരണേ. കിട്ടു, എന്നാ പോട്ടെ. കിട്ടു, വരാതിരിക്കരുത്. ചോക്ലേറ്റ്സ് തരാം, ഒത്തിരി, ഒരുപാട് ഒത്തിരി. പോട്ടെ. ഏതാടാ ഈ മുജ്ജന്മ പരിചയം? എന്താ? നിങ്ങളാണോ ഈ കിരൺ? അതെ. ആ, ഞങ്ങളുടെ കുഞ്ഞന്തി. ഞങ്ങളുടെ കുഞ്ഞെന്തിയെന്ന് മാത്യു. നിങ്ങളുടെ കുഞ്ഞോ? അതെ, ഞങ്ങൾ അറിഞ്ഞു. കണ്ട റോഡിലും ബാറിലും ഒക്കെ കറങ്ങി നടക്കുന്നത്. അവൻ എവിടെയാണെന്ന് ചോദിച്ചത്. എങ്ങനെയാ, എവിടെ വെച്ചാ നിങ്ങൾക്ക് അവനെ കാണാതെ പോയത്? അതൊക്കെ ഞങ്ങൾ വേണേ പോലീസിൽ പറഞ്ഞോളാം. അവൻ എന്തിയെന്ന്. വരൂ. അവിടെ ഉണ്ട്. എടാ മാത്യു. മോനെ. എടാ മോനെ, കുട്ടാ വാടാ. അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അങ്ങനെ നിനക്ക് ഞാനൊന്ന് എടുക്കട്ടെ? എത്ര നാളായി. വേണ്ട വേണ്ട, നോക്കി അവൻ നമ്മളെ പോലും മറന്നു തോന്നുന്നു. മറന്നോടെ കുട്ടാ? പറയട കുട്ടാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേടാ? ഒന്ന് ചിരിച്ചേ. പൊന്നെ, മമ്മീനൊന്ന് വിളിച്ചേ. എത്ര നാളായി വിളിച്ചിട്ട്? ഒന്ന് വിളിക്കേ. വിളിക്കടാ മോനെ, വിളിക്കടാ. അവനിപ്പോ മമ്മീന്നും വിളിക്കില്ല, ഡാഡിന്നും വിളിക്കില്ല. അവൻ ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. എന്ത് പറ്റിപ്പോയടാ മോനെ നിനക്ക്? എന്ത് മിടുക്കം കുട്ടനായിരുന്നു. ആ, അതെങ്ങനാ, നേരത്തും കാലത്തും ആഹാരം വല്ലതും ശരിക്കും കിട്ടണ്ടേ? അതുകൊണ്ട് എന്റെ മോനിങ്ങനെ ക്ഷീണിച്ചു പോയത്. വന്നതൊക്കെ വന്നില്ലേ, ഇനി പോട്ടെ. നമുക്ക് അവനെയും കൊണ്ടങ്ങ് പോവാം. വീട്ടിലെല്ലാരും കാത്തിരിക്കുക. മാത്യു നിങ്ങളെ അച്ഛനെന്നാണോ ഡാഡി എന്നാണോ വിളിക്കാറ്? അവൻ എന്നെ ഡാഡിന്നേ വിളിക്കാറുള്ളൂ. അല്ലേടാ കുട്ടാ?
കുഞ്ഞിനെ താഴെ ഇറക്ക്. എന്തിനാ ഇറക്ക്. എന്തിനാന്നാ ചോദിച്ചത്? ഇറക്കണം. ഡാഡി എന്നാണോ അച്ഛനെന്നാണോ വിളിക്കാറ്? ഡാഡിയെന്നാ വിളിക്കുന്നത്. മിണ്ടി പോരുത്, മൂക്കിടിച്ചാൻ പറഞ്ഞില്ലേ. പറടാ, അച്ഛനെന്നാണോ ഡാഡി എന്നാണോ? എനിക്ക് തെറ്റുപറ്റിയതാ, അച്ഛാന്നാ. എടോ, ആ പാവം പിടിച്ച കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിന് ചെവിടും കേട്ടൂടാ. പൊട്ടനാ പൊട്ടൻ. എന്തിനാണ് ഇവിടെ വന്നത്? സത്യം പറ, എന്തുദ്ദേശിച്ചാണ് നീ ഇവിടെ വന്നത്? ഞാനെല്ലാം പറയാം സാറേ, സാറിന് വിട്, തല്ലരുത് സാറേ, ഞാൻ എല്ലാം പറയാം, സത്യം പറയാം. സത്യമായിട്ടും ഞങ്ങൾക്ക് 5-8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോ സാറിന് നല്ലൊരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്നാ സാറേ, ഞങ്ങൾ പോയിക്കോളാം. ഓടിക്കോടി, തിരിഞ്ഞു നോക്കണം, ഓടിക്കോളാൻ. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിൽ അവന്മാരോട് ചെന്ന് പറഞ്ഞാൽ എന്റെ പേര് കിരൺ എന്നാണെന്ന്. ആരൊക്കെയാണ് നിന്റെ പിന്നാലെ? ഒരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയടാ, നീ ആരാ?